സോ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഇപ്പോൾ നമുക്കൊരു ലൂപ്പ് എഴുതുവാണെങ്കിൽ ഫോർ അല്ലെങ്കിൽ വൈൽ, സോ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. ദെൻ അത് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ ചെക്ക് ചെയ്യുകയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനേബിൾ ആണെന്നുള്ളത്. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ബ്രേക്ക് കൊടുക്കും. ദെൻ ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ദെൻ ഇവിടെ പ്രിൻ്റ് ഫംഗ്ഷനകത്ത് ഇത് നമ്മൾ പ്രീവിയസ് സെക്ഷനിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് ഫോർ അല്ലെങ്കിൽ വൈൽ ലൂപ്പ്. സോ ആ ഒരു ലൂപ്പ് ഓക്കെ ആണെങ്കിൽ, ട്രൂ ഓർ ഫോൾസ് ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും. സോ ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും, അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ ചെക്ക് ചെയ്യും. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിന്യൂസ്ലി, ഇത് ഫുള്ളായിട്ടൊരു ബ്ലോക്ക് ഓഫ് കോഡാണ് വരുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ കംപ്ലീറ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇത് ട്രൂ ആണെങ്കിൽ. ഓക്കെ, ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ ഇവിടെ ബ്രേക്ക് എനേബിൾ ആവും. സോ ബ്രേക്ക് എനേബിൾ ആവുന്ന സമയത്ത് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ നിന്നാണ്, ഈ ഒരു ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ നിന്നാണ് ഔട്ട് ചെയ്യുന്നത്, പ്രോഗ്രാമിൽ നിന്നല്ല. സോ അതിനുശേഷം ഈ ഫോർ ലൂപ്പിന് പുറത്ത് താഴെ ചെയ്തിട്ടുള്ള പ്രോഗ്രാം അടുത്തത് വർക്കാവും. സോ ഈ രീതിയിൽ വർക്കാവും. ഇത് ഈ ഫോർ ലൂപ്പ് ട്രൂ ആണെങ്കിൽ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഫോർ ലൂപ്പ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഫോർ ലൂപ്പ് ഫോഴ്സ് ആവുന്ന ഒരു കേസിനകത്തും ഈ ഒരു കണ്ടീഷനിലേക്ക് ചെയ്യും. ഫോഴ്സ്ഫുള്ളി ബ്രേക്ക് ആവുന്ന സമയത്ത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വർക്ക് ആവത്തില്ല. സോ ഈ ഒരു ലൂപ്പ് കംപ്ലീറ്റ്ലി എക്സിറ്റ് ആയിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് പ്രാക്ടിക്കലി ഒന്ന് ചെയ്ത് നോക്കാം, കാരണം നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. നമ്മൾ പ്രീവിയസ് സെക്ഷനിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനവിടെ കൗണ്ട് എന്ന് പറയുന്നൊരു വേരിയബിളിന് സിക്കൽ ടു 1 കൊടുത്തു. ദെൻ നമുക്ക് വൈൽ ലൂപ്പിനകത്തോ നിങ്ങൾക്ക് ഫോർ ലൂപ്പിനകത്തോ വൈൽ ലൂപ്പിനകത്തോ ഏതെങ്കിലും ചെക്ക് ചെയ്യാം. ഞാനിവിടെ കൗണ്ട് ഒരു വേരിയബിൾ നെയിം ഇവിടെ കൊടുക്കുകയാണ്. സോ കൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കൊടുത്തു. ഞാനിവിടെ കോളിനിട്ട് കൊടുത്തു. ദെൻ പ്രിൻ്റ് ഫംഗ്ഷനകത്ത് നമുക്ക് ആ ഒരു വേരിയബിളിനെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. സോ ഇവിടെ കൗണ്ടിനെ ഞാൻ പ്രിൻറ്റ് ചെയ്യാൻ എടുത്തു. ദെൻ ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫിനിറ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ നമുക്കിവിടെ കൗണ്ടിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാം. സോ പ്ലസ് ഈക്വൽ ടു 1 കൊടുത്തു. ഓക്കെ, ദെൻ നമുക്ക് ഈ ലൂപ്പിനകത്ത് ചെക്ക് ചെയ്യാം. ഈ ലൂപ്പിനകത്ത് കൗണ്ടിൻ്റെ വാല്യൂ ഈക്വൽ ടു 7 ആണോ എന്നുള്ളത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. സോ ഇവിടെ ഒരു കോളിന് വരണം. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ബ്രേക്ക് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സോ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് നമുക്കിവിടെ യൂസ് ചെയ്യാം. സോ ഞാനിവിടെ പ്രിൻ്റ് ഹായ് എന്ന് കൊടുത്തു. ദെൻ ലൂപ്പിന് പുറത്ത് ഒരു പ്രിൻ്റ് ഫംഗ്ഷൻ കൊടുക്കാം. പ്രിൻ്റ് ഫംഗ്ഷനകത്ത് ഔട്ട് ഫ്രം ലൂപ്പ് എന്നുള്ള രീതി കൊടുത്തു. സോ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നത്? കൗണ്ടിൻ്റെ വാല്യൂ 1 ആണ്. സോ കൗണ്ടിൻ്റെ വാല്യൂ ലെസ് ദാൻ 10 ആണെങ്കിൽ ഈ ഒരു വൈൽ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും. സോ അവിടെ കൗണ്ടിൻ്റെ വാല്യൂ അവിടെ ചെക്ക് ചെയ്യുന്ന ഓരോ കൗണ്ടിൻ്റെ വാല്യൂസും 1 by 1 ആയിട്ട് ഇവിടെ പ്രിൻ്റ് ആയിട്ട് വരും. സോ കൗണ്ടിൻ്റെ വാല്യൂ അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനീഷ്യലി 1 ആണ്. ദെൻ കൗണ്ടിൻ്റെ വാല്യൂ അടുത്ത തവണ 1 + 1 2 ആവും. ദെൻ വീണ്ടും ഇത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ ചെക്ക് ചെയ്യും. ദെൻ പ്രിൻറ്റിനകത്ത് ആ ഒരു വാല്യൂ 2 എന്നുള്ളത് പ്രിൻ്റ് ആവും. ദെൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. സോ അതിൻ്റെ ഒപ്പം തന്നെ ഈ ലൂപ്പും ചെക്ക് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ 1 ആണ്. ഈ ലൂപ്പിനകത്ത് കൗണ്ടിൻ്റെ വാല്യൂ 1 ആണോ 1 ഈക്വൽ ടു 7 ആണോ ചെക്ക് ചെയ്യും. അല്ലാത്ത കേസിനകത്ത് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ ഇറങ്ങത്തില്ല. സോ ഈ ഒരു പ്രിൻറ്റ് ഹായ് എന്നുള്ളത് ഔട്ട്പുട്ടിൽ വരും. ദെൻ ഈഫിൻ്റെ കൗണ്ടിൻ്റെ വാല്യൂ ഈക്വൽ ടു 7 ആവുന്ന കേസിനകത്ത് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എനേബിൾ ആവും. സോ അന്നേരം വൈൽ ലൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് എക്സിറ്റ് ആവും. എക്സിറ്റ് ആയിട്ട് ഈ ഔട്ട് സൈഡുള്ള കാര്യങ്ങളായിരിക്കും പ്രിൻ്റ് ആയിട്ട് വരുന്നത്. സോ ആ ഒരു പ്രോഗ്രാമിന് താഴെ എന്താണോ അത് വർക്കാവും. സോ നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ 1 എന്ന് എഴുതി ഹായ് എന്ന് പ്രിൻ്റ് ആയിട്ട് വന്നു. 2 എന്ന് എഴുതി ഹായ് എന്ന് പ്രിൻ്റ് ആയി. 3 എന്ന് എഴുതി, 4 എന്ന് എഴുതി, 6 എന്ന് എഴുതി. 6 എന്ന് എഴുതിയതിന് ശേഷം ഈ ഒരു ഹായ് പ്രിൻ്റായി വന്നിട്ടില്ല, കാരണം ഈക്വൽ ടു 7 ആയി ബ്രേക്ക് ആയി. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടി അവിടെ എക്സിക്യൂട്ട് ആവുന്നില്ല. ഈ എക്സിക്യൂട്ട് ആവാതെയാണ് ഔട്ട്പുട്ടിൽ, അതായത് ഈ ബ്രേക്ക് കൊടുക്കുന്നതിന് താഴെയുള്ള കാര്യങ്ങളൊന്നും എക്സിക്യൂട്ട് ആവത്തില്ല. അതിന് മേളിലുള്ള കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ആവും. സോ ഇത് എനേബിൾ ആവുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഈ ഒരു ലൂപ്പിൽ നിന്ന് എക്സിക്യൂട്ട് ആവുകയാണ് ചെയ്യണത്. അതിന് താഴെയുള്ള കാര്യങ്ങളോടും പ്രിൻ്റ് ആവത്തില്ല. ഓക്കെ, അതായത് ഇത് വൈൽ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ നമ്മൾ ബ്രേക്ക് കൊടുക്കുന്ന സമയത്ത് അതിന് താഴെയുള്ളത് എക്സിക്യൂട്ട് ആവത്തില്ല. ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇതിന് താഴെയാണ് കൊടുക്കുന്നതെങ്കിൽ, ഹായുടെ താഴെയാണ് കൊടുക്കുന്നതെങ്കിൽ 7 എന്ന് എഴുതി വരും. 7 പ്രിൻ്റ് ആവും. അതിൻ്റെ ഒപ്പം ഹായും കൂടി പ്രിൻ്റ് ആവും. അല്ല, 6 പ്രിൻ്റ് ആവും. 6ൻ്റെ ഒപ്പം ഹായും കൂടി പ്രിൻ്റ് ആവും. എന്നിട്ടായിരിക്കും ബ്രേക്ക് ആവുന്നത്. ഓക്കെ, പറഞ്ഞ് മനസ്സിലായി കരുതുന്നു.
സോ ഇത് തന്നെ ഫോർ ലൂപ്പിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഫോർ ലൂപ്പിൽ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഇതിനെ അൺകമാൻഡ് ചെയ്തു. സോ ഞാനിവിടെ ഒരു ലിസ്റ്റ് കൊടുക്കുകയാണ്. സോ ഈ രീതിയിൽ ഒരു ലിസ്റ്റ് കൊടുത്തു. ദെൻ നമുക്ക് ഫോർ ലൂപ്പിനകത്ത് ചെക്ക് ചെയ്യാം. ഫോർ ലൂപ്പിൽ നെയിംസ്. സോ ഫോർ ലൂപ്പ് എന്താണെന്നുള്ളത് ഓൾറെഡി അറിയാം. നെയിംസ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഓരോ വേരിയബിളും ഓരോ ഇൻഡെക്സ് വാല്യൂം ചെക്ക് ചെയ്യും. സോ അതിനകത്ത് ഈ ഒരു നെയിം വേരിയബിളിനകത്തേക്ക് അസൈൻ ചെയ്തിട്ട് അതായിട്ട് ചെക്ക് ചെയ്യും. അതാണെങ്കിൽ എന്താണ് ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും. സോ നമുക്ക് ഇവിടെ വേണമെങ്കിൽ പ്രിൻറ്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ പ്രിൻറ്റ് ചെയ്യാം. സോ നമുക്കിനി ഈഫ് ലൂപ്പിനകത്ത് സെയിം മെത്തേഡ് തന്നെ ചെക്ക് ചെയ്യാം. ഈഫ് ലൂപ്പിനകത്ത് ഞാൻ ജോൺ ഈക്വൽ ടു ഞാനിവിടെ നെയിം ഈക്വൽ ടു ജോൺ ആണോ എന്നുള്ള രീതിയിൽ കൊടുത്തു. അതാണെങ്കിൽ എന്താണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എക്സിക്യൂട്ട് ചെയ്യാം. ഇതിനെ നമുക്ക് പ്രിൻറ്റ് ഫംഗ്ഷനകത്ത് ഔട്ട് ഫ്രം ലൂപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ബിനു, ABC, ജോസ്, ജോൺ വരെ പ്രിൻ്റായി. ദെൻ ജോൺ സീക്വൽ ടു വന്ന സമയത്ത് ബ്രേക്കായി. സോ ലൂസി ഇവിടെ പ്രിൻ്റ് ആയിട്ടില്ല. സോ ഫോർ ലൂപ്പിനകത്തും ഈ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് അടുത്ത സെക്ഷനിൽ കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം. സോ അടുത്ത സെക്ഷനിൽ കാണാം. ബൈ.